ഞാൻ ജോർജി, ഹോം മിനിസ്റ്ററുടെ വുഡ് ബി, അല്ല ഭാര്യയുടെ മകളുടെ വുഡ് ബി, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകൻ. സോറി സാർ. ഹേയ് പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഈവനിംഗ് സർ. അല്ല മേ ഐ കം ഇൻ സർ? Will call you. Yes, come in. താങ്ക് യു സർ. ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവളിപ്പോ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലിലോ? യാ, ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി താനോ? ഞാനോ? ഐ ആം ജോർജി. ജോർജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആ, ഇതാണ് ജോർജി. എന്റെ നേരെ മൂത്താങ്കള. അച്ചമ്പട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോകയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർപിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്ന് പറഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടി കടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്ത് പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താണോ സാറിന്റെ മുട്ടുകൂട്ടിമുട്ടുണ്ടോ നോക്കിയതാ. സാറ് പേടിക്കണ്ട. ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി എന്താ മനസ്സിലായില്ല? ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാകാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർ പക്ക മാറും. എന്നെ അംഗീകരിക്കും. അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ സൺ ഇൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്താൻ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല. എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർ നേരിൽ കണ്ടു ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട. ആ അഭിശപ്ത കാമുകൻ ഞാനെന്നറിഞ്ഞാൽ, ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ. തട്ടിക്കളയും. ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയാണെങ്കിൽ കൊച്ചിനെ അച്ഛനാക്കി തിരുസഭയ്ക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം. അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിച്ചു. കർത്താവെ ചതിക്കുകയാണോ? കർത്താവേ, ഈ ദാസനെ അപ്പച്ചി പുറത്തേക്ക് വലിച്ചറിയാതെ കാത്തുകൊള്ളണേ. കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കുമെന്നും വിചാരിച്ചില്ല. അതും സാറ് നേരിട്ട്. 2 സാധാ പോലീസ് മതിയായിരുന്നു. ഏയ്, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാധാ പോലീസ്, അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രി അപമാനിക്കില്ലല്ലേ? അത് പിന്നെ സാറേ, വീടിനകത്ത് കയറിയുള്ള സംരക്ഷണം ഒന്നും വേണ്ട. ഇത് സ്ത്രീകളുള്ള വീടാ. ഓ, യു ഗോട്ട് ഇറ്റ്? ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ്, ഐ വിൽ ടീച്ച് യു. ഐ വിൽ ടീച്ച് യു. ജോർജി, സ്റ്റെല്ല. ജോർജി, നീ എവിടെയായിരുന്നു? നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒന്ന് ഫോൺ പോലും ചെയ്യാതെ. ഒന്നും പറയണ്ട പെങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. നീ നാട്ടിലെത്തിയിട്ട് നേരം കുറയായെന്ന് അറിഞ്ഞു. എന്താ വീട്ടിലെത്താൻ വൈകിയത്? അത് പിന്നെ ലോഹയുടെ, അത് അപ്പച്ചിയുടെ മുമ്പിൽ എങ്ങനെ ഞാൻ. എന്താ ലോഹ? ഇത് ഞങ്ങൾ വീട്ടുകാരെ തമ്മിലുള്ള സ്വകാര്യ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതാണ് പോലീസുകാരെ വീട്ടിൽ കയറ്റാനുള്ള കുഴപ്പം. കേറി അങ്ങോട്ട് നീയാത്തോ സാർ പുറത്തോ. അപ്പച്ചൻ വന്നിട്ട് പോവാം. അപ്പച്ചി വിടില്ലേ? ആഹാ,
അത് ശരി, ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങ. ഔട്ട് ഔട്ട് ഔട്ട്. ഞാൻ ഹോം മിനിസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. ജോജി, ഇതെന്റെ ഹോമിലെ മിനിസ്റ്ററാ. ദാ, എന്റെ കെട്ടിയവനാ. ദാ നോക്കി. ഇതപ്പോ 1.5 മാസം മുമ്പ്. സോ ഫാസ്റ്റ്. പെങ്ങടെ കല്യാണം അറിയാത്ത ലോകത്ത് ആദ്യത്തെ ആങ്ങളെ ഞാനായിരിക്കും. സോറി അളിയ. ദേ ഇവന്റെ ചമ്മല് കാണാൻ നല്ല രസമുണ്ടല്ലേ. നീ അറിഞ്ഞ പള്ളിയിൽ അച്ഛനാകാൻ പോയ ആങ്ങളെ ഇപ്പം പിള്ളേരുടെ അപ്പച്ചി വന്നു. അപ്പച്ചി നോക്കി പേടിപ്പിക്കും. അയ്യോ അപ്പച്ചി. അപ്പച്ചി ഒരിക്കലും മറ്റേ കാര്യം അറിയരുത് അളിയ. പ്ലീസ്. ഉം. അപ്പച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പക്ഷെ ശവത്തെ കുത്തരുത് അപ്പച്ചി. തള്ളയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ ഞാൻ. അപ്പച്ചി അവനെ വഴക്ക് പറയരുത്. അതേനെ, ആക്ച്വലി എന്താണ്ടായെന്ന് വിശദീകരണം വേണ്ട. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന പോലെ ഒരു വൈദികനാകാൻ പറ്റില്ലെന്ന് എനിക്ക് വൈകിയാ മനസ്സിലായത്. അതിന് ദൈവവിളി വേണം. വളരെ ശരിയാ. ആ വിളി വന്നില്ല. ദൈവം എന്നെ ചതിച്ചു. യവനൊക്കെ പള്ളിയിലച്ഛനായിട്ട് വന്ന ആ ഇടവകക്കാരുടെ ഒരു അവസ്ഥ. പാകിസ്ഥാനിക്കൊരു ബൈബിൾ വായിക്കില്ലട്ടാ. കുഞ്ഞച്ചാ, എന്തോ ഇനി ഇവൻ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നമ്മുടെ ചാലിശ്ശേരി ജേക്കബിന്റെ മോളെ നല്ല കുട്ടിയാ. പല പല നല്ല ആലോചനകളും ആ കുട്ടിക്ക് വരുന്നുണ്ട്. ശരിയാ, അവള് മിടിക്കുക. നല്ല ദൈവഭയമുള്ള കുടുംബവും. കുഞ്ഞച്ചാ, താൻ ഒരു അറിയിക്കേ. ചെറുക്കൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്നും പറഞ്ഞേക്ക്. കർത്താവേ, കർത്താവേ, കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സെമിനാരിന്ന് ചാടിന്നും വെച്ച് ഈ അവസ്ഥയിൽ എന്നോട് റിവെഞ്ച് എടുക്കരുത്. ആ കുരുക്കഴിയണെങ്കിലേ അപ്പച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറയണം. മാതാവേ, നീയാന്ന് വിചാരിച്ചു കാക്കണേ. എങ്ങനെ പറയാനാ? സെമിനാരിന്ന് ചാടി പോകുന്നതിന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിൽ ചടക്ക. പോരാത്തതിന് ഒരു ഹിന്ദു പെൺകുട്ടികളുടെ അടുപ്പം കൂടി നിറഞ്ഞ. ആ പെങ്കൊച്ചുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സീരിയസ് ആണോ? പിന്നെ കർത്താവ് പ്രണയം പന പോലെ വളർത്തിക്കളഞ്ഞില്ലേ പെങ്ങളെ. എങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം അപ്പച്ചി അറിഞ്ഞാ മതി. വൗ, വാട്ട് ആൻ ഐഡിയ. പക്ഷെ മീനാക്ഷി മന്ത്രി അച്ഛന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ കാര്യം നടക്കൂ. അച്ഛനളിയോ, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും നമുക്ക് കൊണ്ടുവരാം. കർത്താവേ, നീ അളിയന്റെ രൂപത്തിലോ? ഒരു പട്ടാളക്കാരന്റെ മുഴുവൻ കാർക്കശ്യമുണ്ട് അപ്പച്ചന്റെ സ്വഭാവത്തിൽ. അതുകൊണ്ട് പെട്ടെന്നൊരു സ്വീകരണം പ്രതീക്ഷിക്കരുത്. അടാ, എനിക്ക് ഈ പടിവരെ സ്വാതന്ത്ര്യമുള്ളൂ. റിസൾട്ട് എന്തായാലും ഞാനിവിടെ കാത്തിരിക്കാം. ചെല്ല്. എന്താ ചിരിക്കണത്? പള്ളിയിലച്ഛനെ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വരുന്നത് കണ്ട് ചിരിച്ചു പോയതാ. മൈൻഡ് ചെയ്യണ്ടോട്ടാ. ആ, അപ്പച്ചി, പള്ളിയിൽ അച്ഛനാവണ്ട ഞാൻ പറ്റിപ്പോയി. അല്ല, അപ്പച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം പ്ലീസ്. ഒന്ന് ട്രൈ ചെയ്യുന്നേ. കണ്ടോ, പാവം പറയാണ്ട് തന്നെ അനുഗ്രഹം വാങ്ങിക്കാൻ നിൽക്കുക. ഗുരുത്തുള്ള കുട്ടിയാ. എല്ലാം ദൈവനിശ്ചയം. നന്നായി വരട്ടെ. രഞ്ജിത്ത്, അപ്പൊ ജോർജ് കുട്ടി കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ ആൻഡ്രൂസ് ആണെന്നാണോ ക്രിസ്റ്റി പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. ആൻഡ്രൂസ് എത്തും മുമ്പേ ജോർജ് കുട്ടി കൊല്ലപ്പെട്ടിരുന്നു. അല്ലളിയ, ഇനി കേസ് തെളിയിക്കാൻ CBI തന്നെ വരേണ്ടി വരുമോ? ഇന്നേ വരെ ഞാൻ അന്വേഷിച്ച ഒരു കേസും എനിക്ക് മേലെ പോയിട്ടില്ല. ദിവസേന എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന എന്റെ അമ്മച്ചിയെയും കെട്ടിയോളെയും കർത്താവ് അനുഗ്രഹിച്ചാൽ
ആ കൊലയാളിയെ ഞാൻ തന്നെ കണ്ടെത്തും. ആ അതാണ് അളിയൻ. ആ പിന്നെ മൂന്നാമത്തെ ആൺകുട്ടിയെ പട്ടക്കാരനാക്കുന്ന കാര്യം മറക്കണ്ട. നമുക്ക് രണ്ടില് നിർത്താടി.